വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് ചിക്കൻ ഡ്രം സ്റ്റിക്സിൻ്റെ റെസിപ്പി കാണാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ചിക്കൻ്റെ സൈസ് ഇല്ലാതെ ആ താഴെയുള്ള ലെഗ് പീസിനാണ് നമ്മൾ ഡ്രം സ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മാരിനേഡ് തയ്യാറാക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ ഉടച്ച തൈര് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാതി കശ്മീരിയും നോർമൽ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1/4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ഒരു മണത്തിന് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൊത്തി അരിഞ്ഞ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്തത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് യൂസ് ചെയ്യാം. നമ്മുടെ മാരിനേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ലെഗ്സ് ആണ്, ഡ്രം സ്റ്റിക്ക് പീസസ് ആണ്. ഒരു 6 ചിക്കൻ്റെ ലെഗ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ മാരിനേഡിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് പുറത്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ലെഗ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ലോയിലോട്ട് മാറ്റാം. അതോടൊപ്പം ഈ പീസസ് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ബ്രൗണിങ് ആയിട്ടുണ്ടാവും. ഇനി ബാക്കി കുക്കിംഗ് എല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ബാക്കി ടൈമിൽ ഇതുപോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് സൈഡ്സ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബ്രൗണിങ് ചെയ്തെടുക്കണം. മൊത്തം ഒരു 10-15 മിനിറ്റോട് കൂടി നമ്മുടെ നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഡ്രം സ്റ്റിക്സ് റെഡിയായി കിട്ടും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.